നമ്മൾ കന്യാകുമാരി വീണ്ടും കാണാനായിട്ട് വന്നിരിക്കുകയാണ്. കന്യാകുമാരി വന്ന് നിന്ന് കഴിഞ്ഞാൽ എത്ര കണ്ടാലും മതിവരാത്ത കാഴ്ചകളാണ് കന്യാകുമാരി ഉള്ളത്. തെളിഞ്ഞൊരു അന്തരീക്ഷമായിരുന്നു. നമ്മൾ പുതുതായിട്ട് കാണുന്നത് കണ്ണാടിപ്പാലമാണ്, അല്ലെങ്കിൽ ഗ്ലാസ് ബ്രിഡ്ജ്. വിവേകാനന്ദ പാറയിൽ നിന്നും തിരുവള്ളൂർ സ്റ്റാച്യൂലേക്ക് ചെയ്തിരിക്കുന്ന ഒരു ഗ്ലാസ് ബ്രിഡ്ജാണ്. കാണാനായിട്ട് നിൽക്കുന്ന കുട്ടികൾ നോക്കി, നമ്മുടെ സ്കൂളിലെ കുട്ടികൾ തന്നെയാണ്. കുട്ടികളുമായിട്ട് പോയേക്കുന്ന ഒരു ചെറിയ പിക്നിക്കാണിത്. LKG മുതൽ 5ാം ക്ലാസ് വരെയുള്ള കുട്ടികളുമായിട്ട് പോയി പല ഗ്രൂപ്പായിട്ടാണ് കുട്ടികൾ തിരിച്ചത്. ചെറിയ പിള്ളേർ അത് ടീച്ചേഴ്സിൻ്റെ കൂടെ, അങ്ങനെ ഓരോ ഗ്രൂപ്പായിട്ട് പിള്ളേർ തിരിച്ച്. ഈ കുഞ്ഞു പിള്ളേരെ ആയിട്ട് നമ്മൾ കടലിൽ ഇറങ്ങി കാലൊക്കെ നനച്ചു. നോക്കിക്കേ, പിള്ളേരെല്ലാം കടൽ തീരത്ത് നിന്ന് കാലൊക്കെ നനച്ച്. ഇവരെ കുളിക്കാനായിട്ട് നമ്മൾ വിട്ടില്ല, തീരെ കുഞ്ഞു കുട്ടികളായതുകൊണ്ട്. എങ്കിലും അവർ നന്നായിട്ട് എൻജോയ് ചെയ്തു. അവരുടെ ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കാണിച്ചു കൊടുത്തു. എല്ലാ സ്ഥലത്തും അവരെ കൊണ്ടുപോയി. ഓരോ സ്ഥലത്തും അങ്ങനെ അപകടം പിടിച്ച സ്ഥലങ്ങളാണ് ഇവിടെയൊക്കെ. പിള്ളേരെ തനിയെ വിടരുത്. എങ്കിലും പിള്ളേരെല്ലാം നമ്മൾ കൈപിടിച്ച് ഓരോ കാഴ്ചകൾ കാണിച്ചു കൊടുക്കുകയും കടലിൽ കൊണ്ട് കാല് നനയ്ക്കുകയൊക്കെ ചെയ്തു. അതിനുശേഷം പിള്ളേർക്ക് ഒരു നല്ല കാപ്പി വൈകുന്നേരം കൊടുത്തു. ചിലർക്ക് പഴംപൊരി കൊടുത്തു, ചിലർക്ക് വട കൊടുത്തു. അപ്പം അത് ആ ഹോട്ടലിലുള്ളൊരു അക്വേറിയം കാണാനായിട്ട് പിള്ളേരുടെ കൗതുകം നോക്കി. അത് കഴിഞ്ഞ ശേഷം നമ്മൾ പിള്ളേരെ കൊണ്ട് വ്യൂ ടവറിൽ പോയി. വ്യൂ ടവറിൽ പിള്ളേരെ, കുഞ്ഞു കുട്ടികളെ കൊണ്ടുപോകുമ്പോൾ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ഇതിന് ഓടി നടക്കും. ഒത്തിരി ഹൈറ്റുള്ളതല്ല വ്യൂ ടവറിൻ്റെ അവിടുത്തെ കെട്ടുകളൊക്കെ. എങ്കിലും നമ്മൾ ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു, സിസ്റ്റർ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പിള്ളേരെയായിട്ട് പോയി. പിള്ളേർക്കെല്ലാം കളിപ്പാട്ടം മേടിച്ചു കൊടുത്തു. എല്ലാവരുടെയും കയ്യിൽ 100-200 രൂപയുടെ കളിപ്പാട്ടങ്ങളുണ്ട്. അവർക്ക് ഇഷ്ടമുള്ളത്, കാറാകട്ടെ തോക്കാകട്ടെ, അങ്ങനെ പല സാധനങ്ങളും. ആളുകൾ ഒത്തിരി പേര് അവിടെ വന്നിട്ടുണ്ട് സൺസെറ്റ് കാണാനായിട്ട്. ഇന്ന് നല്ല തെളിഞ്ഞ അന്തരീക്ഷമാണ്. അതുകൊണ്ട് തന്നെ സൺസെറ്റ് നല്ല ക്ലിയർ ആയിട്ട് കാണാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ഒത്തിരിയേറെ ആളുകൾ അവിടെ നിന്ന് കാണുകയും വീഡിയോ എടുക്കുകയും ഫോട്ടോ എടുക്കുകയും ചെയ്യുന്നുണ്ട്. പല രാജ്യത്തു നിന്നുള്ള ആളുകൾ, വിദേശികളടക്കം പല സ്ഥലത്തു നിന്നുള്ള ആളുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കുട്ടികളെല്ലാം നമ്മൾ ഓരോരുത്തരെ എടുത്ത് പൊക്കി നമ്മൾ സൂര്യാസ്തമയം കാണിച്ചു. ഇതാണ് നമ്മുടെ സൺസെറ്റ് പോയിൻ്റ്, അല്ലെങ്കിൽ വ്യൂ ടവറിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ച. വ്യൂ ടവർ അടിപൊളിയാണ്. വ്യൂ ടവറിൽ എല്ലാ പ്രാവശ്യം പോകുമ്പോഴും വ്യൂ ടവറിൻ്റെ മുകളിൽ ഞാൻ പോകാറുണ്ട്. സൺസെറ്റ് പോയിൻ്റ് പോകുന്നതിലും എനിക്കിഷ്ടം വ്യൂ ടവറാണ്. വ്യൂ ടവറിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ ഇങ്ങനെ റൗണ്ടായിട്ടാണ് മുകളിലേക്ക് കയറി വരുന്നത്. എന്തായാലും കുട്ടികളായിട്ട് പോയത് ഒരു അടിപൊളി പരിപാടിയായിരുന്നു. ഒത്തിരിയേറെ ആളുകൾ വന്നിപ്പുണ്ട്. സൺസെറ്റ് കഴിഞ്ഞപ്പോഴത്തേനും ആളുകളൊക്കെ പതുക്കെ താഴേക്ക് പോകാനായിട്ട് തുടങ്ങി. അപ്പോൾ നമ്മുടെ പിള്ളേർ മാത്രമായി പതിയെ കുറച്ചുകൂടെ കഴിഞ്ഞ് തിരക്കൊക്കെ കഴിഞ്ഞിട്ടാണ് പോയത്. എല്ലാവരും എന്ത് ഹാപ്പിയാന്ന് നോക്കി. അങ്ങനെ നമ്മുടെ ടൂറൊക്കെ അവസാനിപ്പിച്ച് തിരിച്ച് നമ്മൾ സ്കൂളിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും പേരൻസ് എല്ലാം വളരെ ഹാപ്പിയായിട്ട് പിള്ളേരെ റിസീവ് ചെയ്യാനായിട്ട് നിൽപ്പുണ്ടായിരുന്നു. നമ്മൾ പറഞ്ഞതെന്നും 1/2 മണിക്കൂർ ലേറ്റായിട്ടാണ് തിരിച്ചെത്തിയത്.